അപ്പോൾ ഇന്ന് കറി വെക്കാനുള്ള മത്തി വെട്ട് റെഡിയാക്കി എടുക്കുകയാണേ. കൊച്ചി മത്തിയാണ് ഇന്ന് വല കോരിയപ്പോൾ കിട്ടിയത്. കൊച്ചി മത്തിയാണ്. അതുകൊണ്ട് ഇന്ന് മത്തിക്കറിയാണ് വള്ളത്തിൽ വെക്കാൻ പോകുന്നത്. പിന്നെ ചാട്ടക്കാരൊക്കെ റെഡിയായിട്ട് നിൽക്കുവാണ്. മീൻ കണ്ടു കഴിഞ്ഞാൽ ചാടാൻ വേണ്ടി നിൽക്കുകയാണ് അവർ. ഇത് എക്കോ സൗണ്ടറാണേ. ഇത് GPS. പിന്നെ ഇതാണ് നമ്മുടെ സ്രാങ്ക് സാബൂണൻ. സാബൂണൻ വള്ളം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൊച്ചി വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നത് 5.5 പാവം വെള്ളത്തിലാണ്. ബാക്കിയുള്ളത് നമ്മുടെ അണിയക്കാരൻ. ഇത് നമ്മുടെ അണിയക്കാരൻ. പിന്നെ ഇതാണ് നമ്മുടെ അണിയക്കാരൻ. ഈ അണിയക്കാരനാണ് ഈ വള്ളത്തിൻ്റെ കമാൻഡിങ് ഓഫീസർ. പുള്ളിക്കാരൻ പറയുന്ന പോലെയാണ് വെള്ളം പോകുന്നതൊക്കെ. പുള്ളിക്കാരൻ്റെ അടുത്ത് ഒരു എക്കോ സൗണ്ടറുണ്ട്. പുള്ളിക്കാരൻ പിന്നെ വള്ളത്തിൻ്റെ അണിയത്ത് ഏറ്റവും മുകളിലാണ് പുള്ളി ഇരിക്കുന്നത്. പുള്ളിയുടെ കസരയാണത്. ഇത് തന്നെ നമ്മുടെ വിഷ്ണു ചാട്ടക്കാരനാണ്. വിഷ്ണുവാണ് വെള്ളത്തിൽ ചാടുന്നത്. ഇന്ന് നല്ല കാറ്റുണ്ട്. കാറ്റ് വീശുന്നുണ്ടോ? അപ്പോൾ മീനെല്ലാം വെട്ടിക്കഴിഞ്ഞ് ഇനി കറി വെക്കാൻ പോവാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാതെ. ഇനി കുറച്ച് സവാള ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാളയൊക്കെ പെട്ടെന്ന് വാടി കിട്ടും ഉപ്പിട്ട് കൊടുക്കുമ്പോൾ. സവാളയൊക്കെ ഒരുവിധം നന്നായിട്ട് വാടി വരുന്നുണ്ട്. വാടിയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടുന്ന കണ്ടിട്ട് ആരും ഞെട്ടണ്ട. വള്ളത്തിലെ കറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് എരി കൂടുതലായിരിക്കും. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. തീ കുറച്ച് വെച്ച് ഇളക്കിയെടുക്കാം. ഇന്ന് നമ്മുടെ സ്രാങ്ക് സാവോണാണ് മീൻകറി വെക്കുന്നത്. ഇന്ന് സാവോണിൻ്റെ സ്പെഷ്യൽ മീൻകറിയാണെന്നൊക്കെ പറഞ്ഞ് സാവോണും കറി വെക്കാൻ കയറിയതാണ്. ഇനി കുറച്ച് പുളിയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാം. തക്കാളി ഉണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം നമ്മൾ അഴീക്കൽ എത്താറായി. അങ്ങനെ നമ്മുടെ ഗ്രേവി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഇനി അടച്ച് വെച്ച് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ അഴീക്കൽ പാലം കണ്ടോ?
ഇത് നമ്മുടെ സീകളിൻ്റെ കൊച്ചു വെള്ളമാണ്. ഇവരെയും കൂടി ഇനി ഒരുമിച്ച് കെട്ടി വെച്ചുകൊണ്ടാണ് നമ്മൾ വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. സാബൂണിൻ്റെ സ്പെഷ്യൽ മീൻകറിയാണ്. കടലിൽ നിന്ന് വരുമ്പോൾ അഴീക്കൽ പാലം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഊണ് സമയമായി, എല്ലാവർക്കും ഇനി വിളമ്പി കൊടുക്കാൻ പോവാണ്. ഓരോരുത്തർ മേടിച്ച് അവിടെ ഇവിടെയൊക്കെ മാറിയിരുന്ന് കഴിച്ചോണം. കായലിൻ്റെയും കടലിൻ്റെയും പാലത്തിൻ്റെയൊക്കെ ഭംഗി കണ്ട് ചോറും കഴിച്ച് നമ്മുടെ കൊച്ചുവെള്ളക്കാരാണ്. കൊച്ചുവെള്ളക്കാരെല്ലാം ചോറ് കഴിക്കുവാണ്. നമ്മളങ്ങനെ അഴീക്കൽ ഹാർബർ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് അഴീക്കൽ ഹാർബർ. ഇതുവഴിയാണ് നമ്മുടെ വീട്ടിലോട്ട് പോകുന്നത്. കുറച്ച് മത്തി എടുത്ത് പുഴുങ്ങിയെടുത്തായിരുന്നു, മഞ്ഞപ്പൊടിയും മുളകും ഉള്ളിയൊക്കെ ഇട്ടേ. സ്രാങ്ക് കറിവെപ്പെല്ലാം കഴിഞ്ഞ് വീണ്ടും വെള്ളം ഓടിക്കാൻ കയറിയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചോറ് കഴിക്കട്ടെ. നല്ല ചൂട് ചോറും ചൂട് മത്തിക്കറിയും. മത്തി ഈ വള്ളത്തിലെ മത്തിക്കറിയും ചോറും ഒരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് കിട്ടാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ. നമ്മുടെ അണിയക്കാരൻ മേളിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട്. അണിയക്കാരൻ ചോറ് കഴിക്കുകയാണ്.